അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രവാചകനെക്കുറിച്ച് ധാരാളമായി ചർച്ചകൾ സജീവമാകുന്ന ഒരു മാസം കൂടിയാണ് റബീഉൽ അവ്വൽ. ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസം പോലും പ്രവാചകനെ ഓർക്കാതെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ കുറച്ച് നേരം പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്പനേരം മിണ്ടിയും പറഞ്ഞും ഇരിക്കാം എന്നാണ് കരുതുന്നത്. പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രവാചകൻ്റെ ജീവിതം അതിൽ രഹസ്യവും പരസ്യവുമാകട്ടെ, ചെറുതും വലുതുമാകട്ടെ, സകലതും നമ്മുടെ മുമ്പിൽ വളരെ ഭദ്രമായി പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് എന്നുള്ളതാണ്. പ്രവാചകൻ്റെ ജീവിതത്തിലെ സകലമാന കാര്യങ്ങളും സ്വഹാബികൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. പ്രവാചകൻ്റെ ശമാരികളെക്കുറിച്ചുള്ള പഠനം അതിനൊരു ഉദാഹരണമാണ്. ചരിത്രത്തിൽ ഒട്ടേറെ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പ്രവാചകനെക്കുറിച്ച് അത്രത്തോളം എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രവും ഇന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ എഴുതപ്പെട്ടിട്ടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ ഇരുത്തം, നടത്തം, പ്രവാചകൻ്റെ വസ്ത്രധാരണ രീതി, പ്രവാചകൻ്റെ രൂപം എങ്ങനെയായിരുന്നു, അതുപോലെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ ഗന്ധം എത്രത്തോളം എന്ന് വരേക്കും എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ടുള്ള റിവായത്തുകളിലൂടെ ഈ ഒരു വിഷയം നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ, ബഹുമാനിയായ ഇബ്നു കസീർ റഹിമഹുള്ള, നമുക്കെല്ലാവർക്കും അറിയുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഷമാഇലുർ റസൂൽ എന്ന് പറയുന്ന വളരെ കട്ടിയേറിയ ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകനോടൊപ്പം ജീവിച്ച അനുചരന്മാർ പ്രവാചകനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രം, പ്രവാചകൻ്റെ രൂപം എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അതിലൂടെ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെയധികം രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഹിജ്റ നടക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇരുവരും യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ദാഹം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണുകയും അവരോട് ആടിൻ്റെ പാലിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഉമ്മു മഅബദ് പ്രവാചകനെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ശേഷം തൻ്റെ ഭർത്താവിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഏറെ രസകരം എന്താണെന്ന് വെച്ചാൽ, ഈ വിവരണം ഉണ്ടല്ലോ, ഇതേപോലെ തന്നെയാണ് ഏകദേശം പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുണ്ടായിരുന്ന, സദാസമയം ഉണ്ടായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ ഉള്ളംകൈ എങ്ങനെ ആയിരുന്നു, പ്രവാചകൻ്റെ ഗന്ധം എത്രത്തോളം ആയിരുന്നു, അത് അംബറിനെയും മിസ്കിനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഒട്ടേറെ നിവേദനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ പെരുമാറ്റം, സംസാരം, വാക്ചാതുര്യം എങ്ങനെ ആയിരുന്നു. ഹിന്ദ് ബിൻത് ഹാല ഒരു സ്വഹാബി വനിതയാണ്. എപ്പോഴൊക്കെയാണ് പ്രവാചകൻ സുക്കൂത്ത് പാലിച്ചിട്ടുള്ളത്, സംസാരം നിർത്തിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സന്ദർഭങ്ങളും മറ്റും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്രത്തോളം വിവരിക്കപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ ഒരു വ്യക്തിനെ നമുക്ക് കണ്ടുകിട്ടാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പ്രവാചകന് വഫാത്താകുന്ന ഒരു സന്ദർഭത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന് എത്ര മുടി നരച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20ഓളം മുടിയും താടിയും കൂടെ കൂട്ടിയിട്ട് നരച്ചിട്ടുണ്ടായുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. എന്നാൽ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം അങ്ങനെയല്ല, 17 രോമേ നരച്ചിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ എത്ര രോമം നരച്ചു എന്നതല്ല അവിടെ ചർച്ച, മറിച്ച് എത്രമാത്രം സഹാബാക്കൾ റസൂലിനെ കണ്ടിരുന്നു, സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പ്രവാചകൻ്റെ ഒരു ചിത്രം ഒരു സിനിമ പോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പകൽ വെളിച്ചം പോലെ വ്യക്തമായി നിൽക്കുമ്പോൾ തന്നെ അത് വളരെ കൃത്യവും വ്യക്തമായി എത്തി എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ സ്വീകാര്യത പോലും വിശ്വാസയോഗ്യമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അത് ലഭിച്ചു. നമുക്കറിയാം, പിന്നെ ഹദീസ് റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അത് വളരെ രസകരമായ ഒരു സംഗതിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് ഒരുപാട് മഹാന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ചൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവരുടെ സവിശേഷതയെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെയുള്ള ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ദീർഘകാലം അതിൻ്റെ ഒരു ആയുസ്, അതിൻ്റെ ഒരു കാലാവധി നമുക്ക് കാണാൻ കഴിയൂല. പക്ഷേ റസൂലിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായി ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായി സൂക്ഷ്മതയോട് കൂടിയിട്ട് പരിശോധിച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം റസൂലിനെ കുറിച്ച് റിവായത്ത് ചെയ്യുമ്പോൾ
ആ റാവിയെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിൻ്റെ ഉലൂമുൽ ഹദീസ് പോലെയുള്ള ശാഖകളിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ദഈഫായ ഹദീസിനെ കുറിച്ച്, റസൂലിൻ്റെ പേരിൽ കെട്ടിച്ചമക്കുന്ന മൗദൂആയിട്ടുള്ള ഹദീസുകളെക്കുറിച്ച്, അതുപോലെ തന്നെ റാവിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വിശ്വാസയോഗ്യതയെക്കുറിച്ച്, അതുപോലെ തന്നെ ജർഹ് വ തഅദീൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം സൂക്ഷ്മമായി പരിശോധന വിധേയമാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള രേഖപ്പെടുത്തലുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. എന്നിട്ട് പോലും റസൂലിൻ്റെ അടിമുതൽ മുടി വരെയുള്ള സകല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഹജ്ജത്തുൽ വിദാഇൻ്റെ സമയത്ത് 1,00,000-ഓളം സ്വഹാബികളുടെ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 11,000-ഓളം സ്വഹാബികളുടെ ജീവചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ചരിത്രത്തിൽ. അതിൻ്റെ ഒരേ ഒരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം റിപ്പോർട്ട് ചെയ്തു, ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ സ്വഹാബാക്കളുടെ ജീവചരിത്രം തന്നെ രേഖപ്പെടുന്നതായി കാണാൻ കഴിയും. ഇങ്ങനെ റസൂലിനെക്കുറിച്ച്, റസൂലിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പാട്ടുകളും കവിതകളും കാണാൻ കഴിയും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരെക്കുറിച്ചാണ് ലോകത്ത് പാട്ടുകളും കവിതകളും എഴുതപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. ഇപ്പോൾ റസൂലിനെ കുറിച്ചുള്ള പാട്ടുകൾ, കവിതകൾ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഒരു 10 പാട്ട് പറയാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ലോകത്തുള്ള എല്ലാ ഭാഷകളിലും റസൂലിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, പാട്ടുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും റസൂലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ലോകതലത്തിൽ തന്നെ സാഹിത്യത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളുണ്ട്, ഗദ്യവും പദ്യവും മറ്റുമായി. ഇതിൽ തന്നെ പദ്യത്തിൻ്റെ ഒരു മേഖല നോക്കുമ്പോൾ മദ്ഹുർ റസൂൽ എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഉണ്ടായി വന്നു എന്നുള്ളത് പ്രത്യേകം. അത് അറബിയിൽ മാത്രമല്ല, മറിച്ച് അനറബി ഭാഷകളിൽ പോലും ഉണ്ടായി എന്നുള്ളതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ആരംഭം കുറിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്നോളം എത്രയോ കവിതകളാണ്, എത്രയോ പാട്ടുകളാണ് രചിക്കപ്പെട്ടത് എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ, അറബിയിലും അനറബിയിലുമായിട്ട്. ബൂസിരി ഇമാം ഒരിക്കൽ പാടുന്നുണ്ട്, കസ്സഹിരി ഫി തറഫിൻ വൽബദ്രി ഫി ഷറഫിൻ വൽബഹരി ഫി കറമിൻ വദ്ദഹിരി ഫി ഹിമ്മി. പ്രവാചകനെ അങ്ങേയറ്റം വാഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകനെ ഇങ്ങനെ ഉപമിച്ചുകൊണ്ട് പറയുകയാണ്. പ്രവാചകൻ്റെ സ്വഭാവം, പ്രവാചകൻ്റെ മൃദുലത അത് പൂവിനെ പോലെയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഷുർഫ്, പ്രവാചകൻ്റെ ശ്രേഷ്ഠത അത് ചന്ദ്രനെ പോലെയും, പ്രവാചകൻ്റെ ആദരണീയത അത് കടലിനെ പോലെയും സാഗരത്തെ പോലെയും, അതുപോലെ തന്നെ പ്രവാചകൻ്റെ മനോബലം, നിശ്ചയബലം എന്നുള്ളത് അത് കാലത്തെ പോലെയും ആണെന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രത്തോളം വാഴ്ത്തപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം രേഖപ്പെടുത്തിയിട്ടുള്ള വേറൊരു ചരിത്ര പുരുഷന്മാരും നമുക്ക് മുമ്പിൽ ഉണ്ടാകില്ല. ഇനി ഏതെങ്കിലും ചരിത്ര പുരുഷന്മാർ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞതായിട്ടുള്ള രീതിയിലുള്ള കവിതകളെ നമുക്ക് കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇന്ത്യൻ സാഹചര്യത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, ഒരുപാട് പേർഷ്യൻ ഉറുദു ഭാഷകളിൽ ഒരുപാട് കവിതകൾ അള്ളാഹുവിൻ്റെ റസൂലുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ്, ഇപ്പോൾ നമുക്കറിയാം അറബിയിൽ നമ്മൾ മദ്ഹുർ റസൂലിൻ്റെ കാവ്യങ്ങളെ മദ്ഹുർ റസൂൽ എന്ന പേരിൽ രേഖപ്പെടുത്തുമ്പോൾ ഉറുദുവിൽ അത് നഅ്ത്ത് എന്ന പേരിലാണ്. അപ്പോൾ ഈ നഅ്ത്ത് എന്നുള്ള പദം പോലും അത് നമ്മൾ കടമെടുക്കുന്നത് അറബി ഭാഷയിൽ നിന്നാണ്. അപ്പോൾ ഈ നഅ്ത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ, റസൂലിനെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ ആണ് ഉറുദുവിൽ നഅ്ത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ മഹാരാജ് സർക്കിഷൻ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി റസൂലിനെ കുറിച്ച് വളരെ സുന്ദരമായിട്ട് അദ്ദേഹം കവിത രചിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 200ഓളം പേജിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു സമാഹാരത്തിൽ വളരെ സുന്ദരമായൊരു കവിത അദ്ദേഹം പറയുന്നുണ്ട്. കാഫിർഹും മുഅ്മിൻഹും ഖുദാ ജാനെ മേ ക്യാഹും പർ ബന്ധുഹും ഉസ്കാ ജോഹെ സുൽത്താനെ മദീന. ഞാൻ കാഫിറാണോ മുഅ്മിനാണോ എന്നുള്ളത് ദൈവത്തിന് അറിയൂ, എന്നാൽ മദീനയിലെ സുൽത്താൻ്റെ ദാസനാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹ് കി സർക്കാർ ദേക്കോ മദീനക്കോ ചലോ ദർബാർ ദേക്കോ, റസൂലുള്ളാഹ് കി സർക്കാർ ദേക്കോ, മദീനയിലേക്ക് നടക്കൂ, അവിടുത്തെ ദർബാർ കാണൂ, ദൈവദൂതൻ്റെ സ്നേഹ സാമ്രാജ്യം കാണൂ. ഇങ്ങനെ തുടങ്ങി വളരെ സുന്ദരമായിട്ട് അദ്ദേഹം റസൂലിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ തന്നെ ദില്ലൂറാം കൗസരി എന്ന വ്യക്തി വളരെ സുന്ദരമായിട്ട് റസൂലിനെ കുറിച്ച് കവിതകൾ രചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്സാനുൽ ഹിന്ദ്, നമുക്കറിയാം അറബിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അപ്പോൾ ഹസ്സാനുൽ ഹിന്ദ്, ഇന്ത്യയിലെ ഹസ്സാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജമാഅത്ത് അലീഷ,
അദ്ദേഹവും റസൂലുമായി ബന്ധപ്പെട്ട ഒരുപാട് കവിതാ സമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ കൊട്ടാരത്തെക്കുറിച്ചും രാജകീയതയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന മലയാളത്തിൽ നമ്മുടെ നൗഷാദ് വാക്കവി എഴുതിയ ഒരു പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണത്. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, പിന്നെ പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. ശരിക്കും റസൂലിൻ്റെ കൊട്ടാരത്തിനെ കുറിച്ച് എഴുതിയത്. പനയോല കൊണ്ട് മേഞ്ഞ ഒരു വീടായിരുന്നു റസൂലിൻ്റെ കൊട്ടാരം. റസൂലിന് സിംഹാസനവും കാവൽക്കാരുമുള്ളൊരു കൊട്ടാരത്തിലായിരുന്നില്ല റസൂൽ വസിച്ചിരുന്നത് എന്ന് പാട്ടിങ്ങനെ പറയുന്നുണ്ട്. ആ പാട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു വരി, പിന്നെ മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട, മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട. ഇങ്ങനെ റസൂലിൻ്റെ വീടിനെ കുറിച്ച് റസൂൽ അങ്ങനെ ദുനിയാവിൻ്റെ ആഡംബരങ്ങളോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ രാജകീയതയോ പേര് നടന്നൊരു നേതാവായിരുന്നില്ല റസൂൽ എന്ന് കാണാൻ പറ്റും. ഇപ്പം റസൂലിനെ വിമർശിക്കുന്ന വിമർശകരോടൊക്കെ നമുക്ക് ചോദിക്കാനുള്ളത്, റസൂലിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? റസൂലിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സമ്പത്തായിരുന്നോ? സമ്പത്ത് കൊടുക്കാമെന്ന് മക്കാമശികൾ പറഞ്ഞല്ലോ. റസൂലിന് അധികാരമായിരുന്നു വേണ്ടത്? അധികാരം കൊടുക്കാമെന്ന് മക്കാമശികൾ പറയുന്നുണ്ട്. റസൂലിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു വിമർശനമാണ് റസൂലിൻ്റെ ബഹുഭാര്യത്വം. അപ്പോൾ റസൂലിനോട് മക്കാമശികൾ അതും ചോദിക്കുന്നുണ്ട്, റസൂൽ ഞങ്ങൾക്ക് ഏത് സ്ത്രീയാണ് വിവാഹം കഴിക്കേണ്ടത്, ആ സ്ത്രീ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. അപ്പോൾ റസൂലിനെ കുറിച്ച് പിന്നെ എന്തായിരുന്നു റസൂലിൻ്റെ ലക്ഷ്യം, എന്തായിരുന്നു റസൂലിൻ്റെ ഉദ്ദേശം? ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ റസൂൽ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞ തൗഹീദിനെ കുറിച്ചാണ്. റസൂലിന് കേവലം പിന്നെ ആളുകളെ നന്നാക്കാനും ധാർമ്മികതയിലേക്ക് കൊണ്ടുവരാനും കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, കക്കരുത്, ഇതൊക്കെ മാത്രമാണ് പറയേണ്ടതെങ്കിൽ റസൂൽ എന്തിന് അള്ളാഹിനെ കുറിച്ച് കൂടുതൽ പറയുന്നു? അല്ലെങ്കിൽ റസൂൽ ഭാവനയിൽ കണ്ട ഒരു അള്ളാഹു, ആ അള്ളാഹുവിൽ നിന്ന് റസൂൽ ഭാവനയിൽ കണ്ട ഒരു വഹി, ഒരു ദൈവിക സന്ദേശം റസൂലിന് എത്തുന്നു. ഇങ്ങനെ ഇതെല്ലാം ഒരു ഭാവനയായിരുന്നെങ്കിൽ എന്തിനായിരുന്നു റസൂൽ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചു, ഇത്രയും കല്ലേറുകൾ കൊണ്ടു സ്വന്തം നാട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു? അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും പ്രവാചകനിലൂടെ നമുക്ക് ലഭിച്ച ഖുർആൻ, അത് വായിക്കുമ്പോൾ തന്നെ ഈ ഖുർആൻ ഒരു മനുഷ്യകൃതിയല്ല, ഇത് അള്ളാഹുവിൻ്റെയാണെന്ന് മനസ്സിലാവും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളോട് പറയാനുള്ളത്, പിന്നെ റസൂലിൻ്റെ ജീവിതം തന്നെ സാക്ഷിയാണ് ഇത് അള്ളാഹുവിൻ്റെ റസൂലാണെന്നുള്ളതിന്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അതാണല്ലോ. പിന്നെ മുഹമ്മദ് റസൂലുള്ളയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബി ലോകത്ത് പലർക്കും കണ്ടെത്താൻ കഴിയാതെ പോയതും അതാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ റസൂലിനെ കുറിച്ച് പഠിച്ച സംസാരിച്ച ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അവർക്കൊന്നും, ഇപ്പോൾ മൈക്കിൾ ഹെച്ചാർഡിൻ്റെ ഉദാഹരണമാണ്, റസൂലിനെ കുറിച്ച് നന്നായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷേ റസൂലുള്ളയെ, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബിയെ കാണാൻ കഴിയുന്നില്ല. കേവലം ഒരു ചരിത്ര പുരുഷനായ ഒരു മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ മാത്രമാണ് നമ്മുടെ മൈക്കിൾ ഹെച്ചാർഡിന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. പ്രവാചകൻ നിയുക്തനാകുന്ന ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുള്ളതാണ്. പ്രവാചകൻ നിയുക്തനായത് ജസീറത്തുൽ അറബിലേക്കാണ്, അറേബ്യൻ ഉപദ്വീപിലേക്കാണ്. തികച്ചും അരാജകത്വവും അതിക്രമവും അങ്ങേയറ്റം ദുരാചാരങ്ങളും നിലകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൊടികൊണ്ടിരുന്ന ഒരു സമയത്താണ് പ്രവാചകൻ നിയുക്തനാകുന്നത്. അന്ന് നാഗരികതയുടെ സ്വയം അങ്ങേയറ്റം സംസ്കാരികളാണെന്ന് ഊറ്റം കൊണ്ടിരുന്ന രണ്ട് നാഗരികതകളായിരുന്നു. ഒന്ന് പേർഷ്യൻ നാഗരികത, മറ്റൊന്ന് റോമൻ നാഗരികത. ഈ റോമൻ നാഗരികതയാകട്ടെ ഏകദേശം ത്രിമാനത്വത്തെ അംഗീകരിച്ച് ക്രൈസ്തവതയുടെ മറ്റൊരു പുതിയ രീതിയിലേക്ക് വരികയും തൗഹീദിൽ നിന്ന് അങ്ങേയറ്റം വ്യതിചലിക്കപ്പെട്ട് പിന്നിലോട്ട് പോയ ഒരു സാഹചര്യമായിരുന്നു. പേർഷ്യൻ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിലും സൗരാഷ്ട്ര മതക്കാരാണ്. ബഹുദൈവാരാധകരിൽ നിന്ന് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇരുട്ടിനും വെളിച്ചത്തിനും വെവ്വേറെ ദൈവങ്ങളായി കണ്ടിരുന്ന അവിടെയും വിശ്വാസങ്ങൾക്കുപരി അങ്ങേയറ്റം ദുരാചാരങ്ങളും അതിക്രമങ്ങളും നിലകൊണ്ടിരുന്ന ഒരു സമയത്താണ് പ്രവാചകൻ്റെ നിയോഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ്റെ വല്യപ്പ അബ്ദുൽ മുത്തലിബ്, പ്രവാചകൻ്റെ ഉപ്പ അബ്ദുള്ള പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്നുണ്ട്. തികച്ചും യത്തീമായിട്ടാണ് പ്രവാചകന് ജനിക്കുന്നത്. പ്രവാചകൻ്റെ വല്യപ്പയായിട്ടുണ്ടായിരുന്ന അബ്ദുൽ മുത്തലിബിന് തൻ്റെ ആൺമക്കളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മകനായിരുന്നു അബ്ദുള്ള. അങ്ങേയറ്റം സങ്കടത്തിലായ അബ്ദുൽ മുത്തലിബ് പ്രവാചകൻ ജനിച്ചതിന് ശേഷം വല്യപ്പ പേരക്കുട്ടിനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്.
അദ്ദേഹം നമുക്കറിയാം അന്നത്തെ അറബ് ഗോത്രങ്ങളെ നോക്കുകയാണെങ്കിൽ അവരുടെ കബീലകളെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ നേതൃത്വത്തിനുണ്ടാകുന്ന ഒരു ഗൗരവം, അവരുടെ ഒരു രീതി കാര്യങ്ങൾ എത്രമാത്രം ബഹുമാനമായിരിക്കും ഓരോ അന്നത്തെ ജനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവാം. അബ്ദുൽ മുത്തലിബ് പോയിട്ട് ആ കൊച്ചു കുഞ്ഞിനെ എടുക്കുകയാണ്. എല്ലാ ഖുറൈശികളും ഈ ഒരു സംഭവം, ഈ ഒരു രംഗം നോക്കി നിന്നതായിട്ട് ഇബ്നു ഹിഷാം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സീറയിൽ പറയുന്നുണ്ട്. ഈ കുട്ടിനെ അബ്ദുൽ മുത്തലിബ് എടുത്തുകൊണ്ട് വന്നിട്ട് കഅബക്ക് നേരെ ഉയർത്തി പിടിക്കുകയാണ്. എന്നിട്ട് ചൊല്ലിയ വരികൾ ഏതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരളലിയിപ്പിക്കുന്ന വരികളാണെന്നുള്ളതാണ്. അദ്ദേഹം പാടി, അൽഹംദുലില്ലാഹില്ലദി അഅ്താനി ഹാദൽ ഗുലാമി തയ്യിബൽ അർദാനി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങി തന്നെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങി തന്നെ ഒട്ടേറെ പലതരത്തിലുള്ള അത്ഭുതങ്ങൾക്ക് സാക്ഷികളായ മനുഷ്യരായിരുന്നു അവർ. തുടർന്ന് പ്രവാചകൻ്റെ ജനനത്തിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ദൈവാനുഗ്രഹിയായിട്ടുള്ള, ലോകാനുഗ്രഹിയായിട്ടുള്ള ഈ ഒരു കുഞ്ഞിനെ നൽകിയ നാഥ, അവന് എത്രമാത്രം നല്ലവനാണ്. അവന് ഹംദ് ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് അത് പാടിത്തുടങ്ങുന്നത്. തുടർന്ന് ഈ ഒരു കൊച്ചു കുഞ്ഞുണ്ടല്ലോ, അത് ഭാവിയിൽ ഏറ്റവും നല്ല അഖ്ലാഖിന്, സ്വഭാവത്തിന് ഉടമയായി തീരും എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു വല്യപ്പ എങ്ങനെ ആയിരിക്കും ഒരു പേരക്കുട്ടിനെ ലാളിക്കുക എന്നുള്ളതിൻ്റെ ഒരു മികച്ച ഒരു ഉദാഹരണമാണ്. തുടർന്ന് നമുക്ക് അറിയാവുന്നതാണ്, അങ്ങേയറ്റം യത്തീമായിട്ട് അല്ലെങ്കിൽ അനാഥത്വത്തിൻ്റെ പല രീതികളും പല അവസ്ഥകളും കടന്നുകൊണ്ടാണ് പ്രവാചകൻ്റെ ജീവിതം മുന്നേറി വരുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പം അതിൽ നമുക്കറിയാം ജസീറത്തുൽ അറബിൻ്റെ ഒരു പ്രത്യേകത, അന്ന് ഈ മക്കയുടെ നഗരപ്രദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സംസ്കാരം വളരെ മോശമാണ്. ആളുകളുടെ ഭാഷയും ആളുകളുടെ ഇടപെടലുകളും. അങ്ങനെ ഇപ്പോൾ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത നല്ല സംസ്കാര ശുദ്ധിയുള്ള നല്ല ഭാഷയുള്ള ഇടാണ്. അതുകൊണ്ട് തന്നെ പറവികൾക്ക് ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ, ചെറിയ കുഞ്ഞ് പിറക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് മുലയൂട്ടുന്ന സ്ത്രീകളുണ്ടാകും. അവർ മക്കയുടെ നഗരങ്ങളിലേക്ക് വന്നിട്ട് അവിടെയുള്ള കടകൾ, അവിടെ ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞുങ്ങളെ അവരിങ്ങനെ വെക്കും. അവർ തിരഞ്ഞെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് റസൂലിനെ എന്താക്കുന്നുണ്ട്, ആ നഗരത്തിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് സ്ത്രീകൾ വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് പോലും ശരിക്കും അവർക്ക് ഒരുപാട് സമ്പത്ത് കിട്ടണം, അങ്ങനെ അതുകൊണ്ട് തന്നെ ധനികരായിട്ടുള്ള കുടുംബാംഗങ്ങളിൽ മാത്രമാണ് അവർ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് പോവുക. അങ്ങനെ ഒരു സ്ത്രീ മാത്രം ബാക്കിയാവുന്നുണ്ട്, ഹലീമ ബിൻത്ത് സഅദ് മാത്രം ബാക്കിയാവാണ്. അതുപോലെ തന്നെ യത്തീമായിട്ടുള്ള അള്ളാഹിൻ്റെ റസൂലും മാത്രമുള്ളത്. ഹലീമ ബീവി ഭർത്താവിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് കുഞ്ഞുങ്ങളെയൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ യത്തീമായ കുട്ടിയെ എടുക്കാൻ പോവാണ്. ഒരു കുട്ടിയില്ലാത്തതിനേക്കാൾ നല്ലത് ഒരു മുലയൂട്ടാൻ ഒരു കുട്ടിയുള്ളതാണല്ലോ. അപ്പോൾ ഭർത്താവ് കൊടുക്കുന്ന മറുപടി ഉണ്ട്, ആസ അൻ യജഅലല്ലാഹു ബറക, അള്ളാഹു ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ നിനക്ക് ബർക്കത്ത് നൽകും. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, യത്തീമായ അള്ളാഹുവിൻ്റെ റസൂലിനെ ആ ഒരു സന്ദർഭത്തിൽ എടുക്കാൻ പോലും മുലയൂട്ടാൻ പോലും ആർക്കും താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ദുഹർ അല്ലാഹ് പറയുന്നുണ്ടല്ലോ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. റസൂൽ ഇങ്ങനെ യതീമായിട്ടാണ് ജനിച്ചത്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, തീയിൽ കാഞ്ഞത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ റസൂലിൻ്റെ ജനനം തന്നെ യതീമായിട്ടായിരുന്നു, അനാഥനായിട്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരും പ്രവാചകനെ ഏറ്റെടുക്കുമ്പോഴും പ്രവാചകൻ യതീമായി കൊണ്ട് തന്നെയാണ് തുടരുന്നത്. അതിൽ ഇപ്പോൾ നമുക്കറിയാം, പ്രവാചകൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാചകൻ തൻ്റെ പിതാവിനെ കാണുന്നില്ല. അപ്പോൾ ആമിന ബീവി 6-ാമത്തെ വയസ്സിൽ മകനെയും കൂട്ടി പിതാവിൻ്റെ ഖബർ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ ജാരിയത്തായ ഉമ്മു ഐമനുണ്ട് കൂടെ. അങ്ങനെ അവർ അബ്ദുള്ളയുടെ ഖബർ കണ്ട് തിരിച്ചു വരുമ്പോൾ അബവാ എന്ന് പറയുന്ന പ്രദേശത്തെത്തി ആമിന ബീവിക്ക് അസുഖം ബാധിക്കുകയാണ്. അങ്ങനെ മരണാശയ്യ നിലയിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹി കരയുന്നുണ്ട്. കാരണം 6 വയസ്സുള്ള കുട്ടിയാണല്ലോ. റസൂലുള്ളാഹിൻ്റെ കൈ പിടിച്ചിട്ട് ആമിന ബീവി പറയുന്നുണ്ട്, മോനെ നീ സങ്കടപ്പെടേണ്ടതില്ല, കാരണം ലോകത്തെ നയിക്കാൻ കഴിയുന്ന, ലോകത്തിൻ്റെ നേതാവായിക്കൊണ്ട് ലോകത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നീ വളരും എന്ന് ആമിന ബീവി റസൂലിനോട് ആ സന്ദർഭത്തിൽ പറയാൻ. അങ്ങനെ റസൂലും
അതുപോലെ തന്നെ ജാരിയത്തായ ഉമ്മൈമനും ഉള്ളത്. ഉമ്മൈമൻ ഈ ചെറിയ കുട്ടിയും കൂട്ടി സ്വന്തം ഉമ്മാക്ക് വേണ്ടി ഖബർ കുഴിക്കാൻ, ആ ഖബർ കുഴിച്ച് ഉമ്മാനെ, ആ ചെറിയ കുട്ടി 6 വയസ്സുകാരനായ കുട്ടി എന്താണ് ആ ഖബറടക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള പൊട്ടിക്കരയുന്നുണ്ട്. ഉമ്മൈമ പറയുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ കരച്ചിൽ കണ്ട് എനിക്ക് സങ്കടം വന്നു. അങ്ങനെ ആ ഖബറിൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചു വലിച്ചിട്ടാണ് റസൂലിനെ പിന്നീട് കൊണ്ടുവരുന്നത്. അങ്ങനെ പിതാമഹനായിട്ടുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് എത്തുമ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നുണ്ട്, അതിനെ ഉമ്മുക്ക്, നീ പോകുന്ന സന്ദർഭത്തിൽ ഉമ്മാൻ്റെ ഒപ്പമാണല്ലോ പോയാലും, ഉമ്മ എവിടെ? ഉമ്മി മാത്തത്ത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, അൻത ഇബ്നി, നീ എൻ്റെ മോനാണ് എന്ന് പറഞ്ഞിട്ട് റസൂലിനെ ആ പിതാമഹൻ കെട്ടിപ്പുണരുന്നൊരു രംഗം നമുക്ക് കാണാൻ കഴിയും. എന്നാലോ ആ ഒരു സമയത്തിന്, ആ ഒരു ലാളനക്ക് അധിക കാലം ഉണ്ടായിരുന്നില്ല. 2 വർഷം മാത്രമാണ് അബ്ദുൽ മുത്തലിബ് അള്ളാഹിൻ്റെ റസൂലിനെ പരിപാലിച്ചിരുന്നത്. പിന്നീട് നമുക്കറിയാം, സുമ്മ യുത്തും അങ്ങനൊരു അനാഥത്വത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ അള്ളാഹിൻ്റെ റസൂല് ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ അനാഥനായി ജനിച്ചത് മുതൽ ഓരോരുത്തരും കൈമാറി പക്ഷെ ഒരു സമയത്തും റസൂലിൻ്റെ സംരക്ഷണം പിന്നെ നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ ഒരാൾ പോകുമ്പോൾ മറ്റൊരാൾ അള്ളാഹു പകരം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂല് പിന്നെ യത്തീമായി വളർന്നത് കൊണ്ട് തന്നെ യത്തീം അനുഭവിച്ച വേദനകൾ, പിന്നെ സങ്കടങ്ങൾ, ഒരു ഉമ്മാൻ്റെ ലാളന കിട്ടാതെ, ഒരു വാപ്പയുടെ പിന്നെ സ്വാതന്ത്ര്യം കിട്ടാതെ വളർന്ന റസൂലിന് നന്നായിട്ടറിയാം ഒരു യത്തീം എന്തൊക്കെയാണ് അനുഭവിക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് യത്തീമിനെ കുറിച്ച്, യത്തീമിനെ പരിഗണിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനും റസൂലും ഒക്കെ നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സാകുമ്പോൾ നബുവത്ത് കിട്ടുന്നത്, അങ്ങനെ നബിയാകുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ ലോകത്തിന് റഹ്മത്തായിക്കൊണ്ടായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്ന് വിശുദ്ധ ഖുർആനോട് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും 2 വാക്കുകൾ ഉപയോഗിച്ചിട്ട് കാണാൻ സാധിക്കും. ഒന്ന് മിന്നത്താണ്, മറ്റൊന്ന് റഹ്മത്താണ്. മിന്നത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സത്യവിശ്വാസികൾക്ക് ഖാസായിക്കൊണ്ട്, പ്രത്യേകമായിക്കൊണ്ട് റസൂല് റഹ്മത്താണ് എന്ന തരത്തിലുള്ളൊരു അർത്ഥമാണ് അതിന് കിട്ടുക. സൂറത്ത് ആലിമ്രാനിൽ ഉഹുദ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നിടത്താണ് ഈ പ്രസ്തുത വാക്ക് ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ റഹ്മത്ത് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ വിശാല അർത്ഥമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് സത്യവിശ്വാസികളല്ലാത്തവരും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം സത്യവിശ്വാസികളല്ലാത്തവർക്കും അത് ഒരർത്ഥത്തിൽ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയുവാനുള്ള ഒരു അവസരം അള്ളാഹു നൽകുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു അവരോടുള്ളൊരു റഹ്മത്താണെന്ന് നമുക്ക് പറയാം. ഒരുപാട് പ്രസ്തുത വിഷയത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ഒരു വിഷയത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ കുഫാറുകൾ, സത്യനിഷേധികൾ കൂടെ ഉൾപ്പെടുന്നുണ്ട്. സത്യനിഷേധികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സത്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും അതിനെ നിരസിച്ച് കളഞ്ഞ ആളുകളാണ് ഖുറൈശികൾ. പ്രത്യേകിച്ചും നമുക്കന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ പോലും അതിൽ പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞുപോയ ഓരോ സമൂഹത്തെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും പ്രവാചകന്മാർ നിയുക്തരാകും, തുടർന്ന് അവിടെ ദഅവത്ത് ഉണ്ടാകും. ഇവർ തിരസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ അവിടെ ശിക്ഷ ഇറക്കും, ഇല്ല പെട്ടെന്ന് തന്നെ അവരെ നശിപ്പിച്ച് കളയും. എന്നാൽ ഇവിടെ പ്രവാചകൻ നിയുക്തനാകുന്നത് മൂലം അവർക്ക് ദുനിയാവ് അള്ളാഹു നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ശിക്ഷ ആഖിറത്തിലേക്കാക്കുകയാണ്. ഭൂമിയിൽ തന്നെ അള്ളാഹു അവർക്കുള്ള ശിക്ഷ ഇറക്കുന്നില്ല. അവർക്ക് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള സമയവും അവർക്കതിലൂടെ നൽകപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു റസൂലിനെ കാണാൻ കഴിയും. നമുക്കറിയാം, റസൂലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റസൂലിനെ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു തായിഫിലുണ്ടായിരുന്നത്. പ്രവാചകൻ അഭയം തേടി തായിഫിലേക്ക് പോവുകയും തായിഫിലെത്തിയപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അഭയം കൊടുത്തില്ല എന്നുള്ള മാത്രമല്ല, പ്രവാചകനെ ആട്ടി ഓടിക്കുകയും കല്ലെറിയുകയും കളിയാക്കുകയും അവഹേളിക്കുകയും അതിനുവേണ്ടി ആളുകളെ ഏർപ്പാടാക്കുകയും ചെയ്തു. ഇത് റസൂലിനെ വളരെ മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് പിന്നെ ഒരു മലക്ക് റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ടല്ലോ, റസൂലെ അങ്ങ് ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ ഈ 2 മലകൾക്കിടയിൽ ഈ സമൂഹത്തെ നശിപ്പിച്ച് കളയാം, അങ്ങ് അനുവദിക്കൂ. അപ്പോൾ കാരുണ്യത്തിൻ്റെ നിർവിടമായ റസൂലിൻ്റെ മറുപടി,
അതിനനുവദിക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പടച്ചോനെ, ഇവർക്ക് നീ നേർമാർഗം കാണിച്ചു കൊടുക്കണേ അല്ലാ, അറിവില്ലായ്മ മൂലമാണ് ഇവരിങ്ങനെ എന്നോട് ചെയ്തത്, നീ അവർക്ക് പുറത്തു കൊടുക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ, ഒരു നേതാവിനെ, ഒരു റസൂലിനെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക? നമുക്കറിയാം ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ചരിത്ര സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഈ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഇവർ രണ്ടുപേരും മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്. ഈ പോകുമ്പോൾ ഉമ്മു സലമ ബനു സഅദ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ വന്നിട്ട് ഉമ്മു സലമയെ തടയാൻ, നീ ഇവിടുന്ന് പോകാൻ പാടില്ല, കാരണം നീ ഈ ഗോത്രത്തിൽ ജനിച്ചു വളർന്ന പെണ്ണാണ്, അതുകൊണ്ട് നിന്നെ ഇവിടെ നിന്ന് വിടൂല എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കാൻ. ആ സമയത്ത് ഭർത്താവിനെ മാത്രം, അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് മാത്രം ഹിജ്റ പോകാനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മു സലമ അവിടെ തന്നെ നിന്ന് അവിടെയുള്ള പ്രാന്തപ്രദേശങ്ങളിലൂടെ വളരെ സങ്കടപ്പെട്ട് തൻ്റെ വേദന കടിച്ചിറക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ഇത് പിതൃവ്യപുത്രൻ ഇത് കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം അനുഭവപ്പെടാൻ, സങ്കടം തോന്നി. അദ്ദേഹം ഈ ബനു സഅദയിലെ നേതാക്കന്മാരെ പോയി കാണുന്നുണ്ട്. ഈ സ്ത്രീയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? അവരെ അവരുടെ ഇഷ്ടത്തിന് മദീനയിലേക്ക് പറഞ്ഞയച്ചൂടെ? അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിനോട് ഹിജ്റ പോകാനുള്ള അനുമതി കൊടുക്കാൻ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകമാണ്, ഒട്ടകത്തിൽ പുറത്ത് കയറിയിട്ട് ഹിജ്റ പോകാൻ. ഈ പോണ സമയത്ത് ഒറ്റക്ക് പോകുമ്പോൾ അബൂ ത്വൽഹ ഇത് കാണുന്നുണ്ട്. എന്നാൽ അബൂ ത്വൽഹ അവിശ്വാസിയായിട്ടുള്ള മനുഷ്യനാണ്. അബൂ ത്വൽഹ ചോദിച്ചു, നീ എന്താണ് ഒറ്റക്ക് നടക്കുന്നത്? ഞാൻ മദീനയിലേക്ക് പോവാൻ. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു, ഞാൻ നിന്നെ അവിടേക്ക് ആക്കിത്തരാം. അങ്ങനെ അബൂ ത്വൽഹ മദീനയിലേക്ക് ആക്കി കൊടുക്കുകയും അവിടെ എത്തി അബൂ സലമ എവിടെയാണ് താമസിക്കുന്നത് എന്ന പ്രദേശമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു റഹ്മത്ത് അത് വിശ്വാസികളിൽ മാത്രമല്ല, മറിച്ച് അവിശ്വാസികളിലും വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. കാരണം ഇപ്പോൾ മുസ്ലിമായ ഒരു സ്ത്രീ ഒറ്റക്ക് നടക്കുമ്പോൾ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കാം. പക്ഷെങ്കിൽ അതൊന്നും ചെയ്യാതെ ആ ഒരു റസൂലിൻ്റെ റഹ്മത്തിൻ്റെ സ്വാധീനം ആ രണ്ട് ഇടപെടലുകളിലും നമുക്ക് അവിടെ വലിയ രീതിയിലുള്ള സ്വാധീനം കാണാൻ കഴിയും. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ റസൂലിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. മനുഷ്യർക്ക് കാരുണ്യത്തിനായി എന്നല്ല, ഈ ലോകർക്ക്, അതിൽ ജീവജാലങ്ങൾ, പക്ഷി മൃഗാദികൾ, ഈ പ്രകൃതിയോട് പോലും പ്രവാചകൻ്റെ റഹ്മത്ത് ഇങ്ങനെ പടർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ റസൂൽ അതുകൊണ്ടാണ് ഈ പക്ഷി മൃഗാദികളോട് കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് സുപരിചിതമായ ഹദീസാണ്, പൂച്ചയെ കെട്ടിയിട്ട ഒരു സ്ത്രീ നരകത്തിലാണെന്നും ദാഹിച്ച പട്ടിക്ക് വെള്ളം കൊടുത്താൽ അവൻ സ്വർഗത്തിലാണെന്നും റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷിയെ ഒരാവശ്യവുമില്ലാതെ വെറുതെ ഒരാൾ കൊന്നാൽ നാളെ പരലോകത്ത് ആ പക്ഷി വരും. എന്നിട്ട് ആ പക്ഷി അള്ളാഹിനോട് പറയും, അള്ളാഹുവേ, ഈ മനുഷ്യൻ എന്നെ ഒരു കാരണവുമില്ലാതെ ദുനിയാവിൽ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പക്ഷികളിലേക്ക്, ജീവജാലങ്ങളിലേക്ക്, ഉറുമ്പിലേക്കൊക്കെ പ്രവാചകൻ്റെ കാരണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതി സ്നേഹം, പ്രവാചകനോട് പ്രകൃതി സ്നേഹിയായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് വളരെ പരിചയമുള്ളൊരു ഹദീസാണ്, നാളെ ഖിയാമത്ത് നാളാണ് എന്നറിഞ്ഞാൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടണം. വളരെ സത്യസന്ധമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിങ്ങനെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ വലിയ പോയിൻ്റാക്കി നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എത്ര ഒരു തൈ ഞാൻ നട്ടിട്ടുണ്ടോ, ഒരു വൃക്ഷം എൻ്റെതായി ഈ ദുനിയാവിലുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അതിനെ വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം നമ്മൾ സ്വന്തത്തോട് ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം അങ്ങനെ റസൂലിൻ്റെ റഹ്മത്ത് ഈ ലോകത്തുടനീളം വ്യാപിച്ച് കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നില്ല സ്വഹാബികൾക്ക്, പ്രവാചകൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പോലും സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നതായി നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഇങ്ങനെ ഒരു ഉത്തമ മാതൃക സ്വഹാബികൾക്ക് മുമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തി ഏതൊക്കെ റോളിലൂടെ കടന്നു പോകുമോ അതിലെ അധിക റോളുകളും പ്രവാചകൻ ജീവിതത്തിൽ നിർവഹിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. യത്തീമായി ജനിക്കുന്നു,
പിന്നീട് അല്ലമീനായി തീരുന്നു. ശേഷം നുബുവത്തിന് ശേഷം അങ്ങേയറ്റം ഉപദ്രവങ്ങളും അക്രമങ്ങളും സഹിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇതിലുപരി പ്രവാചകൻ ഒരേ സമയത്ത് ഉപ്പയാണ്, വല്ലിപ്പയാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവാണ്, തുടങ്ങി യുദ്ധത്തിൻ്റെ നായകനാണ്, തുടങ്ങി ഒട്ടേറെ സ്ഥാനങ്ങൾ പ്രവാചകൻ വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ മനുഷ്യർക്ക് അനുധാവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനുകൾ വ്യത്യസ്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും സ്വീകരിച്ചെന്ന് വരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, ഖുൽ യാ അയ്യുഹർ റസൂൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ. അതായത് എല്ലാ കാലഘട്ടത്തിലേക്കും ഖിയാമത്ത് നാൾ വരേക്കുമുള്ള സകല ജനതയ്ക്കും സകല സമൂഹങ്ങൾക്കും വേണ്ടിയിട്ടാണ് പ്രവാചകൻ നിയുക്തനായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ എല്ലാ റോളിലൂടെ വരിക എന്നുള്ളതും വളരെയധികം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സ്വഹാബാക്കൾ പ്രവാചകനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടത്തിൻ്റെ പ്രതീകമെന്നോണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് രസകരമായിട്ട് നമ്മൾ പറയാറുള്ളത്, പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഏതെങ്കിലും തടസ്സങ്ങൾ നേരിട്ടപ്പോൾ അദ്ദേഹം കുനിഞ്ഞു പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ പിൽക്കാലഘട്ടങ്ങളിൽ അവിടെ തടസ്സമില്ലെങ്കിൽ പോലും ഇബ്നു ഉമർ അതുപോലെ അനുധാവനം ചെയ്യുമായിരുന്നു. അത് പ്രവാചകനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടത്തിൻ്റെ സൂചന ആയിരുന്നു എന്നുള്ളതാണ്. ബഹുമാന്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒട്ടേറെ തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഇക്കാലഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു അലസനായതുകൊണ്ടല്ല പ്രവാചകനോടൊപ്പം എപ്പോഴും ഇരുന്നിരുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെയൊക്കെയാണ് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പോവാറുള്ളത്. പക്ഷേ പ്രവാചകനെ അത്രത്തോളം പ്രവാചകൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അത്രയധികം ഹദീസുകൾ അത്രയധികം ഉലൂമുകൾ കരസ്ഥമാക്കാനുള്ള ആ ഒരു താല്പര്യമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക്കിനെ നോക്കുകയാണെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയെ നോക്കുകയാണെങ്കിലും പിൽക്കാലഘട്ടത്തിലെ സ്വഹാബികളിലെ ഏറ്റവും വലിയ ഉലമാക്കളായി വളർന്നു വന്ന ആളുകളാണ് ഇവരെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഏകദേശം 8 വയസ്സോ 12 വയസ്സോ മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. ചരിത്രകാരന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലടക്കം ഒരുപക്ഷെ വലിയ സ്വഹാബികൾ പോലും ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് വിധി തേടുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ സെയ്ദ് ബിൻ ദസ്ന റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മക്ക മുശ്രിക്കുകൾ ബന്ദിയായിട്ട് പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ റസൂലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരണം, എന്നാൽ മാത്രമേ വിടുള്ളൂ. അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഉണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലിൽ ഒരു ചെറിയ മുള്ള് നടക്കുന്നുണ്ടെങ്കിൽ റസൂൽ അനുഭവിക്കുന്ന ഇത്ര ചെറിയ വേദനയാണെങ്കിലും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദനയാണ്. ഇത് കേട്ട അബൂ സുഫിയാൻ പറയുന്നുണ്ട്, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിനെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഇഷ്ടപ്പെടുന്നത് പോലെ ലോകത്തൊരാളെയും ആരും സ്നേഹിക്കുന്നുണ്ടാവുന്നില്ല എന്ന് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം സ്വഹാബാക്കൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുവാൻ വേണ്ടി റസൂലിനോടുള്ള സ്നേഹം തങ്ങളുടെ ജീവൻ പോയാലും പ്രശ്നമില്ല, പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവൻ, ഇപ്പോൾ ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ള മരണപ്പെട്ടു എന്ന വ്യാജ വാർത്ത കേൾക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ മനോനില നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി റസൂലിനോടുള്ളൊരു മഹബത്ത് വലിയ രീതിയിൽ അവർ പ്രകടിപ്പിച്ചിരുന്നു, കാണിച്ചിരുന്നു, ജീവിതത്തിലൂടെ പുറത്തെത്തിച്ചിരുന്നു എന്ന് നമുക്ക് ആ ഒരു ജീവിതം ബോധ്യപ്പെടുത്തുന്നതാണ്. സ്വഹാബികൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു. അവരതിന് സന്ദർഭമോ സ്ഥലമോ കാലമോ നോക്കിയിരുന്നില്ല. ഇപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ഒരു കൊട്ടാരത്തിലേക്ക് വിരുന്നിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വറ്റ് താഴെ പോയപ്പോൾ ഈ വറ്റ് എടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അടുത്തിരിക്കുന്ന ആൾ തടയുന്നുണ്ട്. ഇതൊരു കൊട്ടാരമാണ്, അതിൻ്റേതായ മര്യാദകൾ പാലിക്കണം എന്ന് ഉപദേശിക്കുകയാണ്. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി, ആ അത്രയൊക്കെ സുന്നത്ത ഹബീബി ലിഹാഉലൈ സഫഹ, ഈ വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ഉപേക്ഷിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് രോഷാകുലനാകുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പറ്റും.
ഇനി നമ്മൾ നമ്മുടെ സ്വന്തത്തിലേക്ക്, നമ്മുടെ ഒരു ഭക്ഷണ ശീലത്തിലേക്ക് നോക്കുമ്പോൾ പ്രവാചകൻ്റെ എത്ര സുന്നത്ത് ആ വിഷയത്തിൽ മാത്രം നമുക്ക് പിൻപറ്റാൻ കഴിയുന്നുണ്ട് എന്നാലോചിക്കണം. നമ്മൾ ഓരോ ദിവസവും വേസ്റ്റാക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നമുക്കറിയാം. ഈ ലോകത്ത് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാരകമായ രോഗങ്ങളല്ല, പട്ടിണി മൂലമാണ്. നമുക്ക് ഗസ, ഫലസ്തീൻ നമ്മുടെ മുമ്പിൽ ഇന്നൊരു വലിയ ചിത്രമാണ്. അവിടുത്തെ പട്ടിണി നമുക്ക് ഓരോ ദിവസവും നമ്മൾ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മുടെ മനസ്സിലൊരു പരിവർത്തനം പോലും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ റസൂലിൻ്റെ സുന്നത്ത് നമ്മൾ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആലോചിക്കേണ്ടതാണ്. ആലോചിച്ചൊക്കെ റസൂൽ പറയുന്നുണ്ടല്ലോ, അവസാന വറ്റിലാണ് ബർക്കത്തുള്ളത്. എന്തിനാണ് റസൂൽ ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ നിനക്ക് ആവശ്യമുള്ള അത്ര നീ എടുക്കേണ്ടതുള്ളൂ, നീ എടുത്താൽ അത് മുഴുവൻ കഴിക്കൽ നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പഠിപ്പിക്കാനാണ്. അതുപോലെ തന്നെ റസൂൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വിരൽ നക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ വിരൽ നക്കിയാൽ ഓനൊരു പഴഞ്ചൻ, ഇതൊന്നും സ്റ്റാൻഡേർഡ് അല്ല എന്നാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ പറയാറുള്ളത്. അപ്പോൾ റസൂലിൻ്റെ സുന്നത്തും ഇപ്പോൾ ഒരു ട്രെൻഡും, നമ്മൾ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ ട്രെൻഡും റസൂലിൻ്റെ സുന്നത്തും മുഖാമുഖം വന്നാൽ നമ്മൾ ഏതിനെ മുറുകെ പിടിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. പലപ്പോഴും ഈ സുന്നത്തിൻ്റെ വിവക്ഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ചെറിയ പ്രായത്തിലൊക്കെ പലപ്പോഴും മദ്രസകളിൽ നിന്നൊക്കെ ഈ സുന്നത്തിൻ്റെ താരീഫായിട്ട് നമ്മൾ പഠിക്കുക, ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ഈ സുന്നത്ത് എന്നതിൻ്റെ ഈ അർത്ഥം നമ്മൾ ഇതിന് പറയുമ്പോൾ ഇത് ഫിഖ്ഹിൻ്റെ ഭാഷയാണ്, ഇതൊരു കർമ്മശാസ്ത്രത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹിൻ്റെ റസൂലിനോട് ഒരു കർമ്മശാസ്ത്രത്തിൻ്റെ ഫിഖ്ഹിൻ്റെ ഭാഷയിലാണോ നമ്മൾ ഇടപെടേണ്ടത്? അതിനപ്പുറത്തേക്ക് റസൂലിനോടുള്ളൊരു വിശ്വാസിയുടെ സ്നേഹം, അതൊരു മഹബത്തിൻ്റെ, ഒരു വൈകാരികതയുടെ ആ ഒരു ഇടപെടൽ റസൂലുമായിട്ട് എല്ലാ സന്ദർഭത്തിലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ റസൂലിൻ്റെ ഓരോ നോമ്പാണെങ്കിലും റസൂലിൻ്റെ നിസ്കാരമാണെങ്കിലും ദിക്റുകളാണെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ റസൂലുള്ളാഹ്ക്ക് മാത്രം സ്വർഗത്തിൽ പോകണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നില്ല, മറിച്ച് എൻ്റെ കൂടെ എൻ്റെ അനുയായികൾ ഉണ്ടാവണം, എൻ്റെ കൂട്ടം എൻ്റെ പിറകെ വരണം, സ്വർഗത്തിൽ അവരുണ്ടാകണമെന്ന അഭിലാഷത്തിൻ്റെ പുറത്താണ് റസൂൽ ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മഹാനായ റബിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനോട് ചോദിക്കുന്ന, റസൂലെ നാളെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും കേട്ടോ. റസൂൽ പറയുന്നുണ്ട്, നീ നിൻ്റെ സുജൂദുകൾ നീ അധികരിപ്പിക്കണം. ആ സന്ദർഭത്തിൽ എനിക്ക് റബിയ താങ്കൾക്ക് എൻ്റെ കൂടെ സ്വർഗത്തിൽ നിൽക്കാം എന്നാണ് റസൂൽ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ റസൂലിൻ്റെ തഹജ്ജുദ് നിസ്കാരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ദീർഘനേരം വലിയ സൂറത്തുകൾ ഓതിക്കൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ തഹജ്ജുദ് നിസ്കരിക്കും. അപ്പോൾ കാലിന് നീര് വരുമാറ് റസൂൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. ആയിഷാവി പറയുന്നുണ്ടല്ലോ, എന്തിനാണ് റസൂൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്, നിങ്ങളെന്തിനാ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? ആയിഷാക്ക് കൊടുക്കുന്ന മറുപടി എന്താ? അഫലാക്കുന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ട ആയിഷ. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്ത് ഏറ്റെടുക്കാൻ, ആ ഉമ്മത്ത് ഇതിലൂടെ ഈ ഒരു സുന്നത്തിനെ പിൻപറ്റണമെന്ന അഭിലാഷത്തിൻ്റെ പുറത്താണ്. അപ്പോൾ നമ്മളാലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു ജീവിതത്തിൽ ആഴ്ചയിൽ എത്രത്തോളം തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ആ തഹജ്ജുദ് നമ്മൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ അയ്യാമുൽ ബീദ്, ഇപ്പോൾ റസൂലുള്ളാഹ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പെടുക്കും. അതുപോലെ തന്നെ ഒരു മാസത്തിലെ 13, 14, 15 അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ ആ ദിവസത്തിൽ റസൂലുള്ളാഹ് നോമ്പെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാസം കടന്നു പോകുമ്പോൾ, അതല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ എത്രത്തോളം സുന്നത്ത് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നുള്ള ആലോചന വളരെ പ്രധാനമാണ്. റസൂല് തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറയുന്ന ഹദീസിൽ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കൂ, അന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്ന് പറയുന്നുണ്ട്. പ്രവാചകരുടെ സ്നേഹപ്രകടനം കൂടിയാണ് തിങ്കളാഴ്ചകൾ എടുക്കുന്ന നോമ്പ് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ നോമ്പും അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരവും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള റസൂൽ പഠിപ്പിച്ചുള്ള ദിക്റുകളും ഔറാദുകളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നൊരു വിഷയമാണ് ഇസ്ബാലുൽ ഇസാർ എന്ന് പറയുന്നത്, നമ്മുടെ നെരിയാണിക്കടിയിൽ വസ്ത്രം പോകുന്ന വിഷയം. പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, വസ്ത്രം പുറത്ത് നെരിയാണിയുടെ താഴെ വസ്ത്രം വലിച്ചേക്കുന്നൊരവസ്ഥ. പലപ്പോഴും അതിന് നമ്മൾ ന്യായം കണ്ടെത്തുക അത് അഹങ്കാരത്തോടു കൂടിയിട്ട് നടക്കുന്നതാണ് പ്രശ്നം. പക്ഷേങ്കിൽ
ഇതൊരു അഹങ്കാരത്തോടു കൂടിയിട്ട് ഈ ഹുയലാഇനെ പലപ്പോഴും ഒരു ന്യായമായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലും ആ ഒരു സുന്നത്തിനോടുള്ള ഒരു ഇഷ്ടം കുറക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ, സ്വർഗത്തിൽ അള്ളാഹിൻ്റെ റസൂല് എത്തുന്ന സന്ദർഭത്തിൽ റസൂലിൻ്റെ കൂടെ നമ്മളുണ്ടാവണം എന്നുണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലാത്ത നാവ് കൊണ്ട് റസൂലിനോട് നമുക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? തഹജ്ജുദില്ലാത്ത രാവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കെങ്ങനെയാണ് സ്വർഗത്തിലെത്താൻ കഴിയുക? അതുപോലെ തന്നെ ദിക്റുകളുടെ നനവില്ലാത്ത നാവ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സുന്നത്തുകൾ കൊണ്ട് മാത്രമാണ് റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലിരിക്കാൻ കഴിയുക എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ഈ ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോവുക എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഹറാമാണോ ഹലാലാണോ എന്ന ചർച്ചക്കപ്പുറം റസൂൽ എങ്ങനെയായിരുന്നു, സഹാബകൾ എങ്ങനെയായിരുന്നല്ലോ, റസൂൽ എന്ത് പറഞ്ഞു, റസൂലിൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് വീഴാൻ കാത്തിരിക്കുകയായിരുന്നു പിൻപറ്റാൻ വേണ്ടി. റസൂലിൻ്റെ ജീവിതം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ എന്നെ റസൂൽ ചെയ്തോ എന്നാൽ ഞാനത് അനുകരിക്കട്ടെ. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് പെയിൻറ്റ് കുറച്ചല്പം കയറ്റി കൊടുത്താൽ അവൻ പിന്നെ കണ്ണാപ്പിയാണ് കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു പഴഞ്ചനാണ്. അപ്പം ഇങ്ങനെ കാഴ്ചപ്പാട് പോലും നമ്മുടെ കൂട്ടത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളത് പ്രവാചകനോടുള്ള സുന്നത്തിന് അല്ലെങ്കിൽ നമ്മൾ ട്രെൻഡിനെ, നമ്മൾ ഇതിനെ രണ്ടിനെയും എവിടെ പ്ലേസ് ചെയ്യുന്നുള്ളത് നമ്മൾ പ്രാഥമികമായി ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരേ ഒരു വിശേഷണമാണ് ഖുർആൻ പറഞ്ഞത്. റസൂലിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചോ റസൂലിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചോ ഒന്നുമല്ല. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകൻ്റെ സ്വഭാവമായിരുന്നു. ആ സ്വഭാവത്തിനെ കുറിച്ചാണ് ഖുർആൻ ഏറ്റവും ഉത്തമ സ്വഭാവത്തിനുടമയാണ് താങ്കൾ എന്ന് പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മക്ക കാലഘട്ട വേള എന്ന് പറയുമ്പോൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പ്രവാചകനെതിരെ കടുത്ത അധിക്ഷേപങ്ങളും പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. സാഹിറെന്നും ഭ്രാന്തനെന്നും കള്ളനെന്നൊക്കെ പ്രവാചകനെതിരെ വരുന്ന ഒരു ഘട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകൻ്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു പറയുകയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട് പ്രവാചകൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു. അപ്പോൾ പറയുന്നത് കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകൻ്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്നാണ്. ഒരു ഹദീസ് വ്യത്യസ്തമായിട്ടുള്ള വിവിധ സ്വഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹദീസ് നിവേദനം ചെയ്യുന്നതാകട്ടെ ഇത് പറയുന്നതാകട്ടെ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് ഉമ്മുൽ മുഅ്മിനീനാണ്, പ്രവാചക പത്നിയാണ്. ഒരു വ്യക്തിയുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അറിയുന്നത് അവരുടെ ഏറ്റവും അടുത്ത വ്യക്തികളായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കൂടെ ഇതിന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ അഫുവായിട്ട് ബന്ധപ്പെട്ട് കഅബ് ബിൻ സുഹൈർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടോ, അറബി സാഹിത്യത്തിലൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കാലഘട്ടത്തിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകനെതിരെ കടുത്ത അധിക്ഷേപങ്ങൾ അഴിച്ചു വിടുന്നുണ്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇസ്ലാം സ്വീകരിച്ചു, സഹോദരനെതിരെയും അധിക്ഷേപിക്കുന്നുണ്ട്. അവസാനം പ്രവാചകൻ്റെ മുമ്പിൽ പോയിട്ട് ഉംബിഅത്തു അന്ന റസൂലല്ലാഹി വഅദനി വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു എന്ന് അദ്ദേഹം പാടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് പ്രവാചകൻ്റെ അഫു മൂലം അദ്ദേഹത്തിന് പ്രവാചകൻ്റെ തലപ്പാവ് അഴിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഒരു കവിതക്ക് ബുർദ എന്ന പേര് വരെയും കിട്ടുന്നത്. ഇങ്ങനെ പ്രവാചകൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ മക്കം ഫത്ഹ് നടക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ അവിടെയുള്ള ആളുകൾക്കൊക്കെ അഫു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പ്രവാചകൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഹുലുക്ക് കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റസൂലുള്ള പറയുന്നുണ്ട്, ഇപ്പോൾ റസൂലിൻ്റെ ഹുലുക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് റസൂല് പറയുന്ന ഓരോ വാക്യങ്ങളും, റസൂൽ ഉപയോഗിക്കുന്ന ഓരോ വാക്യങ്ങളും ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പോൾ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അന്ത്യനാളിലും അള്ളാഹുവിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർ ആരാണ്? ഫൽയഖുൽ ഖൈറൻ, അവർ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഔ ലിയസ്മുത്, അവർ മിണ്ടാതിരിക്കട്ടെ. ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന സന്ദർഭത്തിൽ നല്ലത് സംസാരിക്കുക. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആളുകളോടുള്ള പെരുമാറ്റം റസൂലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടാണ് റസൂലിൻ്റെ പെരുമാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഒരു ജീവിത രീതി, ജീവിത ചുറ്റുപാട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഓരോ ഘട്ടങ്ങളിലും ആളുകളെക്കുറിച്ചില്ലാത്തത് പറയുന്ന, മോശമായിട്ട് സംസാരിക്കുന്ന, സംസാരത്തിന് തീരെ ഒരു ശ്രദ്ധ ചെലുത്താത്ത രീതിയിലുള്ള
സമയങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല ഖൈർ എന്ന് പറഞ്ഞാൽ. നമ്മൾ വാട്സപ്പിൽ ചാറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിക്കും. ഈ സ്റ്റിക്കറുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന, നമ്മളിത് ഒരു കോമഡി രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ പോലും അത് ആളുകളിൽ ഉണ്ടാക്കുന്ന വേദന ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ഓരോ സംസാരത്തെയും നമ്മുടെ ഘട്ടങ്ങളെയും നമ്മൾ സ്വയം തന്നെ ആത്മപരിശോധന നടത്തുക എന്നുള്ളത് റസൂലിൻ്റെ ജീവിതം വെച്ചുകൊണ്ട് നമ്മളെപ്പോഴും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കുന്ന സ്വഭാവത്തിനുടമയായിരുന്നു നമ്മളെപ്പോഴും പറയാറുണ്ട്. ആലോചിച്ച് നോക്കിയാൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ റസൂലിൻ്റെ കൊടിയ ശത്രുക്കൾ അവസാന കാലത്ത് ഇസ്ലാമിൽ വരുന്ന കാണാം. റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ഉഹുദിൽ അദ്ദേഹം ഷഹീദാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊല്ലുന്നത് വഹ്ഷിയാണ്. വഹ്ഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് റളിയല്ലാഹു അൻഹു എന്നാണ്. ആ വഹ്ഷിയെ ആ പണി ഏൽപ്പിച്ച, ആ ദൗത്യം ഏൽപ്പിച്ച ആൾ ഹിന്ദായിരുന്നു. ഹിന്ദിൻ്റെ പേര് കേൾക്കുമ്പോഴും നമ്മൾ പറയുക റളിയല്ലാഹു അൻഹ എന്നാണ്. ഹിന്ദിൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ്റെ പേര് കേൾക്കുമ്പോഴും നമ്മൾ പറയുക റളിയല്ലാഹു അൻഹു എന്നാണ്. ഇങ്ങനെ ശത്രുക്കളെ മുഴുവൻ ഇസ്ലാമിലേക്ക് തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു സ്വഭാവ ഗുണം പ്രവാചകനുണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ മധുര പ്രതികാരം, പ്രവാചകൻ്റെ പ്രതികാരം പോലും പഠിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് എനിക്കൊരു അവസരം വരട്ടെ, അന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. റസൂലും പറയുന്നുണ്ട്, റസൂലിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മക്കയിലായിരുന്ന സമയത്ത് കാബയിൽ കയറി, കാബക്കകത്ത് കയറി 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെ പിന്നെ കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന ഉസ്മാൻ ഇബ്നു തൽഹയോട് കാബയുടെ താക്കോൽ ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല. അപ്പോൾ റസൂൽ പറയുന്നുണ്ട്, ഒരു നാൾ ഈ താക്കോൽ എൻ്റെ കയ്യിൽ വരും, അന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒടുവിൽ റസൂലിൻ്റെ കയ്യിൽ മക്കം ഫത്തഹിൻ്റെ അന്ന് ആ താക്കോൽ റസൂലിൻ്റെ കയ്യിൽ വരികയാണ്. അപ്പോൾ എല്ലാ സഹാബികളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ആരെ കയ്യിലായിരിക്കും റസൂൽ താക്കോൽ കൊടുക്കുക. അപ്പോൾ റസൂൽ ആ പ്രതികാരം വീട്ടുകയാണ്. അങ്ങനെ കാബയുടെ താക്കോൽ ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പിന്നെ മധുര പ്രതികാരം ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയും. ഇങ്ങനെ പ്രവാചകനിലേക്ക് നോക്കുമ്പോൾ ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കുകയും, നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ മിത്രങ്ങളെപ്പോലും ശത്രുക്കളാക്കി മാറ്റിപ്പോകുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ, പ്രവാചകൻ്റെ സുന്നത്ത് എവിടെ നിൽക്കുന്നു എന്ന് വളരെ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഈ അദീ ഇബ്നു ആത്തിം എന്ന് പറഞ്ഞൊരു മുശ്രിക്കായ പുരോഹിതനുണ്ട്. ഇദ്ദേഹം റസൂലിനെ കുറിച്ച് കേൾക്കുകയും അള്ളാഹിൻ്റെ റസൂലിനോട് സംസാരിക്കാനുള്ള അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മദീനയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വരുന്ന സമയത്ത് റസൂൽ ഒരുപാട് സ്വഹാബാക്കളുടെ ഇടയിലാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന് ആരാണ് റസൂല് എന്ന് മനസ്സിലായില്ല. ആ സമയത്ത് ഒരു ചെറിയ അടിമ പെൺകുട്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട്, റസൂലെ എനിക്കൊരാവശ്യമുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ നിങ്ങളിവിടെ ഇരിക്കൂ, ഞാനിപ്പോൾ അവളുടെ കൂടെ പോയിട്ടൊന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ കൊണ്ട് പോവാണ്. അപ്പോൾ ഇത് കണ്ട ഈ അദീ ഇബ്നു ആത്തിം എന്ന് പറയുന്ന പുരോഹിതൻ ആ സമയത്ത് തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റസൂലിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ റസൂല് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അധികാരിയാണ്, ഭരണാധികാരിയാണ്. ഒരു ചെറിയ കുട്ടി വന്ന് വിളിക്കുന്ന സമയത്ത് ഒരു അടിമ പെൺകുട്ടിയാണ് വിളിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് റസൂലിന് പോകാൻ കഴിയുക എന്നുള്ളത് അത് മറ്റുള്ള ശത്രുക്കളെ പോലും ആകർഷിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് റസൂലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ്. ഈ നേതാവായ റസൂൽ നമ്മൾ കുറേ കൂടി പഠിക്കേണ്ട വിഷയമാണ്. രാജാവായ സുൽത്താനായ റസൂൽ എങ്ങനെയാണ് തൻ്റെ അനുയായികളെ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ റസൂൽ അവസാന കാലത്ത് പനി പിടിച്ച് 2 സഹാബികളുടെ തോളിൽ പിടിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. നിസ്കാര ശേഷം ഈ സഹാബികളുടെ തോളിൽ തന്നെ പിടിച്ച റസൂൽ സഹാബികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അവരോട് പറയാണ്, ഞാൻ നുബുവത്തിന് ശേഷം 23 വർഷക്കാലം നിങ്ങളുടെ കൂടെയാണ് ജീവിച്ചത്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് വല്ല തെറ്റും വല്ല അബദ്ധവും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും പരലോകത്തേക്ക് മാറ്റി വെക്കരുത്, എനിക്ക് പുറത്ത് മാപ്പാക്കി തരണം. ഇങ്ങനെ പറയുന്ന റസൂൽ നമുക്ക് ലോകത്തെവിടെയും കാണാൻ പറ്റുമോ? തൻ്റെ അനുയായികളോട് എനിക്ക് മാപ്പ് തരണം, എനിക്ക് പുറത്തു തരണം എന്ന് പറയുന്ന റസൂൽ. ഒരാൾ എഴുന്നേറ്റ് നിൽക്കണം, ഒരു സഹാബി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. റസൂലിനോട് പറഞ്ഞു, റസൂലേ എനിക്കൊരു പ്രതികാരം ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കേട്ട് നിന്ന് ഉമർ റളിയല്ലാഹുവിനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ റസൂൽ എല്ലാവരും സമാധാനിക്കാൻ പറയാണ്. എന്നിട്ട് പിന്നെ എണീറ്റ് നിന്ന ഉക്കാശ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയാണ്, റസൂലേ അങ്ങ് മുമ്പൊരിക്കൽ പിന്നെ യുദ്ധത്തിന് വരുന്നേൽപ്പിക്കുമ്പോൾ എന്നെ ഒന്ന് അടിച്ചിരുന്നു, ഒരു വടി കൊണ്ട് അടിച്ചിരുന്നു, അതെനിക്ക് വല്ലാതെ വേദനിച്ചിരുന്നു, എനിക്കൊന്ന് പ്രതികാരം ചെയ്യണം. റസൂല് പിന്നെ ഉക്കാശക്ക് നിന്ന് കൊടുക്കുകയാണ് അടിക്കാൻ വേണ്ടിയിട്ട്. ഉക്കാശ പറഞ്ഞു, റസൂലെ അങ്ങ് എന്നെ അടിച്ചപ്പോൾ ഞാൻ കുപ്പായം ധരിച്ചിരുന്നില്ല,
അതുകൊണ്ട് എനിക്ക് റസൂലിനെ കുപ്പായമില്ലാതെ തന്നെ അടിക്കണം. അങ്ങനെ റസൂലിനെ കൊണ്ട് കുപ്പായം അയപ്പിക്കുകയാണ്, റസൂൽ കുപ്പായം അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉക്കാശ കെട്ടിപ്പിടിക്കുന്ന രംഗം വളരെ വൈകാരികമായി നമ്മുടെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇങ്ങനെ നേതാവായ ഒരു റസൂൽ, നമുക്ക് ലോക ചരിത്രത്തിൽ എവിടെയും ഇതുപോലൊരു നേതാവിനെ, ഇതുപോലൊരു അമീറിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നേതാവായിട്ടുള്ള റസൂൽ തന്നെ സ്വഹാബാക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് സ്വഹാബാക്കളുടെ ഏറ്റവും, ഇപ്പം നമ്മളാലോചിച്ച് നോക്കുക, ഈ സ്വഹാബാക്കൾ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാവണമെന്ന് എപ്പോഴും ആഗ്രഹിച്ച ആൾക്കാരാണ്. അപ്പം അതിൽ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനോട് ഒരിക്കൽ പറയുന്നുണ്ട്, റസൂലേ, ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ, നാളെ പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്തിരിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുമോ റസൂലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിക്കുന്നുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. വളരെ സുന്ദരമായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് അനുഗ്രഹിച്ച ഒരുപാട് കൂട്ടുണ്ട്. സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹുകളും അമ്പിയാക്കളുമായിട്ടുള്ള ആ ആളുകളുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. എന്നിട്ട് അവസാനം പറയണത് എന്താ? വഹസുന ഉലൈക റഫീഖ. ആ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഇത്ര സുന്ദരമാണ്. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു അഭിലാഷം, റസൂലിൻ്റെ കൂടെ സഞ്ചരിച്ച് ഒരു തിന്മയും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ സഹാബക്കൾ പോലും റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമെന്ന് സംശയിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഹുബ്ബും ആ ഒരു സ്നേഹവും ആ ഒരു ആലോചനയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല എന്നുള്ളത് വളരെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഇടയിൽ പലപ്പോഴും പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ പലപ്പോഴും കുറഞ്ഞു പോകുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽ പെടാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുന്നുണ്ട് പ്രവാചകന്, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. പ്രസ്തുത ആയത്ത് ഇറങ്ങിയ അവസരത്തിൽ പ്രവാചകൻ്റെ അടുക്കിലേക്ക് സ്വഹാബാക്കൾ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എങ്ങനെയാണ് താങ്കൾക്ക് വേണ്ടിയിട്ട് സ്വലാത്തും സലാമും ചെല്ലാം? താങ്കളെ കാണുമ്പോൾ അസ്സലാമു അലൈക യാ അയ്യുഹൻ നബി എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിലുണ്ട് സ്വലാത്ത്. ഇതിലുപരി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് മറുപടിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി സ്വലാത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഇമാം മൗദൂദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ സ്വലാത്ത് എന്നതിന് പ്രധാനമായിട്ടും 3 അർത്ഥം കൊടുത്തായിട്ട് കാണാൻ സാധിക്കും. ഒരു കാര്യത്തിലേക്ക് അങ്ങേയറ്റം തിരിയുക, ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ അർത്ഥം പ്രശംസിക്കുക എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ 3 അർത്ഥങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ഈ പ്രവാചകൻ ഒരുപാട് ഇതിനെ സ്വലാത്തിന് ഫള് കൊടുത്തിട്ട് നിരവധി ഹദീസുകളിൽ വന്നായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വലാത്ത് ചെല്ലുന്ന ഒരു അബ്ദ്, അവൻ സ്വലാത്ത് ചെല്ലുന്നിടത്തോളം അവന് സ്വലാത്ത് എത്തിക്കും എന്നുള്ള ഹദീസുകൾ. മൻ സ്വല്ല അലയ്യ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ. ഒരു വ്യക്തി പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് 10 സ്വലാത്ത് എത്തിക്കും എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പ്രവാചകന് സ്വലാത്ത് ചെല്ലുന്നതിൽ ഫള് പറയുന്ന ഹദീസുകളിൽ ഉപരി നാളെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അടുത്തുണ്ടായിരിക്കുക തൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വലാത്ത് അധികരിപ്പിച്ച വ്യക്തികളായിരിക്കും എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഓർക്കേണ്ട ഒരു ഹദീസാണ് പ്രവാചകൻ പറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും ലുബ്ധനായിരിക്കുക പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവനായിരിക്കും എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, മറ്റ് തസ്ബീഹ് തഹ്ലീലുകൾ, അദ്കാറുകൾ, ഔറാദുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതും കൂടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെയാണെന്ന് പറഞ്ഞു വെക്കുക. സ്വഹാബികൾ പ്രവാചകനെ പിൻപറ്റിയത്, അതായത് മത്സരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ പ്രവാചകന് വേണ്ടി ജീവൻ വെടിയാൻ വരെ അവർ തയ്യാറായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത്, ഇപ്പം പണ്ടൊക്കെ മദ്രസയിൽ ശുഹദാക്കളെക്കുറിച്ചും ബദരീങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അന്നല്ലേ. അവരുടെ ഈമാൻ,
അതൊന്നും ഇന്ന് നമുക്ക് കിട്ടൂല, ഇന്നതൊന്നും കഴിയൂല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഗസ ഒരു വലിയ ചിത്രം വരച്ച് കാണിക്കുകയാണ് അല്ലേ. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഗസയിൽ നിന്നും ഫലസ്തീനിൽ നിന്നൊക്കെ വരുന്ന ഓരോ ദൃശ്യങ്ങളും കാണുമ്പോൾ ശരിക്കും നമ്മൾ പ്രവാചകൻ്റെ ചരിത്രത്തിലെ പല സംഭവ കഥകളും നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. നമുക്കറിയാം, സ്വഹാബികൾ ഒരു അമ്പ് തറച്ചാൽ അമ്പ് എടുക്കാൻ വേണ്ടി നിസ്കരിക്കുമായിരുന്നു. അത്രയും ഖുശുവായിരുന്നു നിസ്കാരത്തിന്. ഇന്ന് ഫലസ്തീനിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഒരു സർജറി ചെയ്യാൻ അനസ്തേഷ്യക്ക് മരുന്നില്ലാതാകുമ്പോൾ അവിടെയുള്ള കുട്ടികൾ ഖുർആൻ ഓതാണ്. ഖുർആനിനെ അനസ്തേഷ്യ ആക്കി മാറ്റിയ ഒരു 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 കൗമിനെ നമുക്ക് ഇന്ന് നമ്മുടെ സമകാലിക കാലത്ത് നമുക്ക് ഗസയിൽ കാണാൻ കഴിയുന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഗസയിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയ നമുക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ സീറ പഠിക്കുന്ന ആളുകളാണ്. പ്രവാചക ചരിത്രം, പ്രവാചകൻ്റെ ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതം, നമ്മൾ എന്നോ കഴിഞ്ഞു പോയ ചില ത്യാഗങ്ങളും ചില യാതനകളും വേദനകളായിട്ടാണ് നമ്മൾ ഇത്ര കാലഘട്ടം മനസ്സിലാക്കിയിരുന്നതെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ഫലസ്തീൻ്റെ ഒരു അവസ്ഥ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചക ചരിത്രവും ഫലസ്തീനും വെച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും സ്യൂട്ടായിട്ട് യോജിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകൾ വിശന്നിട്ട് കല്ലുകൾ വയറ്റത്ത് കെട്ടിവെക്കുന്നത് അത് ഹൈബറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹമാസ് ടണൽ ഉണ്ടാക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അത് ഹൈബറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശപ്പ്, അവിടെയുള്ള ദാരിദ്ര്യം, അത് ഹൈബറിനെയും ഷെയ്ഖ് അബീ താലിബിനെയും നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത്തരത്തിൽ പലപ്പോഴും അറിയാതെ നമ്മൾ റസൂലിൻ്റെ ഒരു ജീവിതത്തിലേക്ക് തന്നെ എത്തിപ്പോവുകയാണ്. ഖുർആനിനെ നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം ജനത. ഇന്ന് നമുക്ക് ലോകത്ത് സമാനതകളില്ലാതെ നമുക്ക് ലോകത്ത് വേറൊരു മാതൃകകളില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനും ആ പ്രവാചക ദൗത്യം ഇനി ഉമ്മത്താണ് ഏറ്റെടുക്കേണ്ടതെന്ന് റസൂൽ പറയുന്നുണ്ട്. റസൂലിൻ്റെ ഒരു ആദ്യകാല ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, റസൂലിൻ്റെ മക്കളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ അബ്ദുള്ള മരണപ്പെടുമ്പോൾ അബൂ ജഹൽ പറയുന്നുണ്ട്, ബത്തറ മുഹമ്മദിൻ മുഹമ്മദ, മുഹമ്മദ് വേരറ്റവനായി പോയിരിക്കുകയാണ്. മുഹമ്മദിന് എന്തില്ല, സന്താനങ്ങളില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ ഈ ദൗത്യം ഇവിടെ അവസാനിക്കും എന്ന് അബൂജഹൽ റസൂലിനെ നോക്കി കളിയാക്കിയിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, അങ്ങനെ കളിയാക്കിയ റസൂലിനെ വറഫഅനാ ലക ദിക്റക്, ആ ദിക്റിലേക്ക്, ആ മഹത്വത്തിലേക്ക്, ആ പോരിശയിലേക്ക് റസൂലിനെ വളർത്തിയത് യഥാർത്ഥത്തിൽ റസൂലിൻ്റെ സ്വഹാബാക്കളായിരുന്നു. അങ്ങനെ റസൂലിനെ ഏറ്റെടുത്ത് റസൂലിൻ്റെ ദൗത്യവുമായിട്ട് ഇപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഇത് അവസാനത്തെ പ്രവാചകനാണ്. ഞാൻ ഈ ലോകത്തെ ഖിയാമത്ത് നാൾ വരെയുള്ള ലോക ജനതക്ക് അവതരിച്ച ലോക അനുഗ്രഹിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് എന്ന് റസൂൽ പറയാൻ. അപ്പോൾ അങ്ങനെ റസൂലിനെ വളർത്തിയ, റസൂലിൻ്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയൊരു സമുദായം ഇന്ന് നമ്മൾ ഗസയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനുകൾ എന്താണ്? ഇഖ്വതൻ, പരസ്പരം സഹോദരങ്ങളാണ്. പക്ഷേ ഇന്ന് ഭരണമുള്ള, അധികാരമുള്ള ഒരുപാട് ആളുകൾ സ്വന്തം സഹോദരങ്ങളെ മറന്നുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അടിമപ്പെട്ട് അവർക്ക് കീഴിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം ജനത തൻ്റെ എല്ലാ അർത്ഥത്തിലും തങ്ങളുടെ ദൗത്യം നിർവഹിക്കേണ്ട ഒരു ജനത ദൗത്യം മറന്നുപോയിരിക്കുകയാണ്. അവിടെയാണ് റസൂലിനെ അഹമ്മദാക്കിയത് റസൂലിൻ്റെ സ്വഹാബാക്കളാണ്. പക്ഷേ ഇന്ന് ആ അഹമ്മദിൽ നിന്ന് റസൂലിനെ അബ്തർ എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് ഈ സമൂഹം കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്വത്തെ മറന്നുപോയൊരു ജനതക്ക് ആ ഉത്തരവാദിത്വ ബോധ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ റസൂലിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗസയൊക്കെ ആ അർത്ഥത്തിൽ വായിക്കാൻ നമുക്ക് സാധ്യമാവണം. ഏതൊരു വിശ്വാസിയോടും ആരെയാണ് കൂടുതൽ ഇഷ്ടം മനുഷ്യരെന്ന് ചോദിച്ചാൽ പ്രിയരുത്തർ ആദ്യം പറയും റസൂലുള്ള. അത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടം റസൂലിനോടാണെന്ന് പറയും. പക്ഷെ റസൂലിനോടുള്ള സ്നേഹം നാവിലൂടെ അല്ല നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്, നമ്മുടെ ഹൃദയത്തിലുണ്ടായാലും പോരാ. റസൂലിനോടുള്ള സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പ്രകടമാകണം, നമ്മുടെ അമലുകളിൽ പ്രകടമാകണം, ആ സുന്നത്ത് പിൻപറ്റുന്നതിൽ പ്രകടമാകണം. അള്ളാഹ് പറയുന്നുണ്ടല്ലോ,
പിന്നെ റസൂലിനോട് പറയാണ് കുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി. നിങ്ങൾക്ക് അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ റസൂലിനാണ് അനുസരിക്കേണ്ടത്. അപ്പോൾ റസൂലിനെ അനുസരിക്കാതെ ഉള്ളൊരു വിജയം, ഇഹപര വിജയം സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ചുകൊണ്ടുള്ള പ്രവാചകന് ശേഷം ആ ദൗത്യം ഏറ്റെടുത്ത് കൊണ്ടുമാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പ്രവാചകൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് പോകാനുള്ള ഭാഗ്യം നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.